ഭംഗിയില്ലേ? എക്സ്റ്റെൻഷൻ വെച്ച പോലെ തോന്നുന്നുണ്ടോ? ഹലോ ഗൈസ്, ഇതിന്റെ വെട്ടികളാണ്. അറിയില്ല കേട്ടണ്ട. സന്തോഷം, സങ്കടം തോന്നി. ഞങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിക്കണ ആർക്കറിയില്ല. സസ്പെൻസ്. ഹലോ, ടെൻഷൻ എന്തേ? കളിയിലാണെന്നറിയോ? 4 ഈ മൂലസ്ഥാനത്ത് നിന്ന് ഒരു സ്റ്റോറി ഇട്ടു, എന്റെ നാടെന്ന് അവള് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയം തൃശ്ശൂര് മിസ് ചെയ്യണ സമയത്ത് ഇതേ സ്ഥലത്ത് നിന്നിട്ട് സ്റ്റോറി ഇട്ടു. അപ്പൊ ഞാന് തിരിച്ച് റിപ്ലൈ കൊടുത്തു. അങ്ങനെ കോഴിത്തരക്കുള്ള ആള് എന്റെ അടുത്ത് കോഴിത്തര ഇറക്കിയപ്പോ ചെറുതായിട്ട് വീണു. ചെറുതായിട്ട് ഇപ്പൊ വലുതായിട്ട് വീണില്ല ഇവിടെ. ഓക്കെ, പോയിട്ട് വരാം. കേട്ടാ കഥ പറയിട്ട് വരുന്നതാണ്. കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെ നടന്നു. അതന്നെയാണ് ഏറ്റവും വലിയ അല്ലെ സന്തോഷം. ഒരിക്കലും അവിടെ വെച്ച് നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അതുമല്ല, അവര് സമ്മതിച്ച് നടക്കുന്നു വിചാരിച്ചില്ല. അതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രോവേർട്ടാണ്. ചേട്ടനാണെങ്കിൽ നല്ല ഓപ്പോസിറ്റ് ഇൻട്രോവേർട്ടും. കണ്ടാലറിയാം, പകുതി മിണ്ടില്ല. അവളാണെങ്കിൽ വായടി നടന്നോളൂ. ഗുരുവായൂർ എന്തെങ്കിലും ഇറക്കി വന്നു കണ്ടു. അപ്പം ഇങ്ങനെ അമ്മാമ്മയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് പുറത്തുനിന്ന് വന്നിട്ട് ചേട്ടന്മാർ വേറൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിൽ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് സാന്ത്വിക്കും പണിയെടുക്കാനും എൻ്റെ ഹാപ്പി കാര്യമുണ്ട്. நான்